ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൗദി അറേബ്യയിലുള്ളവർക്ക് നമ്മുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്ന് നമുക്ക് വെബ്സൈറ്റിലൂടെ ചെക്ക് ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിക്ടോക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുക. സൗദി അറേബ്യയിലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഇക്കാമയിൽ എത്ര സിം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത സിമ്മോ വൈഫൈയോ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പോസ്റ്റ്പെയ്ഡ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് യാത്രാ വിലക്ക് വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യമായി വെബ്സൈറ്റിൽ കയറി എങ്ങനെയാണ് നമുക്ക് ഇക്കാമയിൽ എത്ര സിമ്മ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നത് നോക്കാം. വെബ്സൈറ്റിൽ കയറി മുത്താസിൽ എന്ന് സെർച്ച് ചെയ്യുക. മുത്താസിൽ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അറബിയിലാണ് വരുന്നവർ മുകളിൽ EN എന്ന് കാണും, ഇംഗ്ലീഷിലേക്ക് മാറ്റുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽസ് പ്രസ് ചെയ്യുക. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് സൈൻ ഇൻ ചെയ്തും അല്ലാതെ നമുക്ക് ID നമ്പരും ഇക്കാമ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും കൊടുത്ത് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ രീതി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാവുന്നത് ആദ്യം പേഴ്സണൽ ID എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇക്കാമ നമ്പർ കൊടുക്കുക. തൊട്ടടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം ഡു യു ഹാവ് എ മൊബൈൽ നമ്പർ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ മൊബൈൽ നമ്പറിൻ്റെ ഓപ്ഷൻ വരും. മൊബൈൽ നമ്പർ ഫില്ല് ചെയ്യുക. ഇമാജിൻ കോഡും കൊടുത്ത് എൻക്വയറി കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ആവുന്നതാണ്. ഓപ്പൺ ആകുന്നതിൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ OTP കൊടുക്കുക. OTP കൊടുത്തതിന് ശേഷം എഗ്രി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര സിം ഉണ്ട് വൈഫൈ ഉണ്ട് എന്ന് റിസൾട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇൻക്വയറി റിസൾട്ട് ആറ്റ്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ടോട്ടൽ ഓഫ് 2 സിമ്മും ഒരു വൈഫൈ കണക്ഷനുമാണ്. STC എന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആവശ്യമില്ലാത്ത സിമ്മ് കയ്യിലുള്ളവർ എത്രയും വേഗം തന്നെ അത് ക്യാൻസൽ ചെയ്യുക. നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഉള്ളവർ അടുത്തുള്ള ഓഫീസിൽ പോയി തന്നെ ക്യാൻസൽ ചെയ്യുക. ചിലപ്പോൾ അതിന് ചെറിയ രീതിയിൽ പിഴ കിട്ടേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി അടുത്ത് കാണുന്നത് വരെ ബൈ.